അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. കിരീടം തരും. റൂക്കുദിശ പാറക്കലീത്ത മെടയുന്ന കിരീടം ശിരസിൽ അണിയിക്കും. ദൈവത്തിന് സ്തോത്രം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് മെടയുന്ന കിരീടം നമ്മുടെ ശിരസിൽ അണിയിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവകിരീടം ഞാൻ നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജീവൻ്റെ കിരീടം ഏതെങ്കിലും ഒരു പുറമേ കാണുന്ന ഒരു കിരീടമായിരിക്കില്ല. കാരണം നാം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം കഴിഞ്ഞ് ശരീരത്തെ വിട്ട് ആത്മാവ് പറന്നുപോയാൽ നമുക്ക് ആത്മശരീരമാണ് ലഭിക്കുന്നത്. ആത്മാവ് അരൂപിയാണ്, രൂപമില്ല. ആത്മാവ് അദൃശ്യനാണ്, അത് നമുക്ക് ആർക്കും കാണാൻ സാധ്യമല്ലാത്തതാണ്. എന്നാൽ ഈ അദൃശ്യനായ ആത്മാവ്, അരൂപിയായ ആത്മാവ് അന്ന് ബഹുമാനങ്ങൾ സമ്പാദിക്കും.
ദൈവസന്നിധിയിൽ നിന്ന് ചില ബഹുമതികൾ നേടും, ചില ബഹുമതിയുടെ മുദ്രകൾ സമ്പാദിക്കും. അതാണ് ഈ പ്രതിഫലം എന്ന് പറയുന്നത്. പ്രതിഫലം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, ഈ സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രതിഫലമുണ്ട്. ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ആ പ്രതിഫലം അതെന്താണ് എന്നാണ് ഈ ജീവകിരീടം എന്ന വാക്കിൽ കൂടി ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ജീവകിരീടം? ദൈവം തരുന്ന പ്രതിഫലം എന്താണ്? ആർക്കറിയാം? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ജീവകിരീടം? നമുക്കറിഞ്ഞുകൂടാ. എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതായി പ്രതിഫലം? നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മഹോന്നതമായ ഒരു പദവിയാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ജീവകിരീടം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് ജീവകിരീടം. വിശ്വസ്തത, എപ്പോഴും വിശ്വസ്തതയാണ് ഇതിന് ആധാരം. വിശ്വസ്തത, ലോയൽറ്റി എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത വേണം. നമ്മുടെ വാക്കുകൾക്ക് വില വേണം. നമ്മുടെ ഓരോ ചലനത്തിനും വില വേണം. നമ്മൊരു വാക്ക് പറഞ്ഞാൽ അത് പിന്നെ മാറ്റി പറയേണ്ടി വരികയില്ല. അത്ര വ്യക്തമായ വാക്കുകളായിരിക്കും നമ്മുടെ നാവിൽ വരുന്നത്. വിശ്വസ്തനായിരിക്കും, വാക്കുമാറി പറയരുത്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് സ്നേഹത്തോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിച്ചെന്ന് വരാം. കടം മേടിക്കുന്നത് തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കാനാണല്ലോ. തിരിച്ചു കൊടുക്കാൻ കടം മേടിക്കുന്നു, പക്ഷേ പറഞ്ഞ സമയത്തൊന്നും കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് തന്നയാളുടെ അടുക്കൽ ചെന്ന്, ദൈവങ്ങളുടെ കാര്യമായി പറയുന്നത്, അടുക്കൽ ചെന്ന് വളരെ വിനയപൂർവ്വം, എനിക്ക് തിരിച്ചു തരാൻ പറ്റിയില്ലല്ലോ, എന്നോട് ക്ഷമിക്കണം, എത്രയും വേഗം ഞാൻ തിരിച്ചു തരാം, എത്രയും വേഗം. ചില കാര്യങ്ങൾക്ക് ഞാൻ നിരൂപിച്ചിട്ടുണ്ട്, അത് ശരിയായി കഴിഞ്ഞാൽ ഉടനെ കിട്ടും, ഞാൻ തിരിച്ചു തരാം, ഞാൻ വൈകിയത് എന്നോട് പൊറുക്കണം എന്നൊരു വിനയത്തിൻ്റെ വാക്ക് നമ്മൾ വരുന്നെങ്കിൽ അത് നല്ലതാണ്. അത് ദൈവമക്കളുടെ ലക്ഷണമാണ്. അല്ല എന്ന് വരികിൽ വാങ്ങുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള പരിപാടി ഇല്ലാത്ത രീതിയിലാണ് വാങ്ങുന്നതെങ്കിൽ തെറ്റാണത്. വളരെ ലളിതമായ കാര്യമാണ് ഞാൻ പറയുന്നത്, വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. നമുക്ക് ചില വ്യക്തമായ ചില നിഷ്ഠകൾ വേണം, ഇല്ലെങ്കിൽ നാം ദൈവവേദങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ചില നിഷ്ഠകൾ വേണം, വ്യക്തമായ ചില പ്രതിഷ്ഠകൾ വേണം, വ്യക്തമായ ചില തീരുമാനങ്ങൾ വേണം, വ്യക്തമായ ചില സമർപ്പണങ്ങൾ വേണം. വിശ്വസ്തത, വിശ്വസ്തനായിരിക്കണം. ഏതൊരു കാര്യത്തിലും നമുക്ക് വിശ്വസ്തത വേണം. വിശ്വസിക്കാൻ കൊള്ളാകുന്നതിനുള്ള ഒരു പേര് നമുക്കുണ്ടായിരിക്കണം. വിശ്വസിക്കാൻ കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കാൻ കൊള്ളാം. മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു മനുഷ്യനാണ് ആ സ്ത്രീ. അവൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു സ്ത്രീയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണം നമ്മുടെ ജീവിതം നാം ക്രമപ്പെടുത്തണം. വിശ്വസ്തത ഏറ്റവും പരമപ്രധാനമായ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത അതെന്താണ്? ദൈവസന്നിധിയിൽ നാം ചില വാക്കുകൾ പറഞ്ഞു ദൈവത്തോട്. എന്തെല്ലാമാണ്? കർത്താവേ, ഞാൻ പടകും വലയും വിട്ട് തന്നെ അനുഭവിക്കുന്നു. കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധനായി ജീവിക്കും. മേലിൽ പാവം വരികയില്ല. കോപവും ക്രോധവും ദുഷ്ടതയും തിന്മയും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. അശുദ്ധമായതൊന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ഇതെല്ലാം നാം ദൈവത്തോട് വാക്ക് പറഞ്ഞു. ആരോടെ? ദൈവത്തോടാണ് പറഞ്ഞത്. നിത്യനായ ദൈവത്തോടാണ് പറഞ്ഞത്. ഈ ദൈവം ആരാണ്? നാം ഈ വാക്ക് പറഞ്ഞ ദൈവം ആരാണ്? നമ്മെപ്പോലൊരു സാധാരണ ഒരു മനുഷ്യനെ പോലെ ദൈവത്തെ കാണരുത്. ദൈവം ഈ അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ്റെയും സൃഷ്ടാവും നിർമ്മാതാവും ഉടയവനും എല്ലാറ്റിൻ്റെയും അധിപതിയുമാണ്. ഈ അണ്ടകടാഹത്തിൻ്റെ മുഴുവൻ്റെയും സർവ്വപ്രപഞ്ചത്തിൻ്റെയും ഗോളങ്ങളും ഗോളാന്തരങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രരാശികളും എല്ലാം നിർമ്മിച്ച് അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തിയ നിത്യനായ ദൈവം, ആ സർവോന്നതനായ ദൈവത്തോടാണ് നാം വാക്ക് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതം നിനക്ക് ഇതാ തരുന്നു. ആ ദൈവസന്നിധിയിലാണ് നാം വാക്ക് പറഞ്ഞത്. സാത്താനെ അന്വേഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും വാക്ക് പറഞ്ഞവരാണ്. സാത്താനെ അന്വേഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ നാം ഓരോരുത്തരും വാക്ക് പറഞ്ഞവരാണ്. പക്ഷേ എന്നാൽ ആ വാക്ക് വ്യത്യാസം വന്നില്ലേ? ആ വാക്കിൻ്റെ വില കളഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ വാക്കുകളുടെ വില പോയില്ലേ? നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം.
ശിശുവായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ 17-ാമത്തെ വയസ്സിലാണ്. ഞാൻ വാക്ക് പറഞ്ഞു, പക്ഷേ ഞാൻ വാക്ക് പാലിച്ചില്ല. സാത്താനെ ഉപേക്ഷിക്കുന്ന ഞാൻ പറഞ്ഞു, പക്ഷേ സാത്താനുള്ളതായ പല സ്വഭാവങ്ങൾ ഇതിലുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കോപക്രാന്തമായ പെരുമാറ്റം, എൻ്റെ മനസ്സിൽ വാശി പിടിക്കുന്നത്, ദുശ്ശാഠ്യം പിടിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ ഈർഷ്യയും മുഷ്ടിലും വരുന്നത്, ഇതെല്ലാം സാത്താൻ്റെ സ്വഭാവങ്ങളാണ്. ഇതെല്ലാം എന്നിലുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരിക്കൽ ദൈവത്തോട് ഞാൻ വാക്ക് പറഞ്ഞു, പക്ഷേ എൻ്റെ വാക്ക് ഞാൻ തെറ്റിച്ചു കളഞ്ഞു. അന്ന് അനുതാപത്തോടെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തല താഴ്ത്തി, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് ഞാൻ പറഞ്ഞു. എനിക്കതേ ഓർമ്മയുള്ളൂ. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ കരച്ചിലടക്കാൻ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ട് തല താഴ്ത്തി പിടിച്ചു, അടുക്കലിരിക്കുന്നവരാരും കാണാതിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നുവോ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. മരണത്തോളം വിശ്വസ്തനായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ കാണാം വിശ്വസ്തത വന്നിട്ടുണ്ടോ? അവിശ്വസ്തത എവിടെയെല്ലാമാണ് വന്നത്? ദൈവമക്കളിൽ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തരായിരിക്കണം അത്ര ചെയ്യുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. വിശ്വസ്തരായിരിക്കണം. ദൈവമക്കളിൽ ദൈവം തേടുന്നത്, ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. വിശ്വസ്തത എവിടെയും വിശ്വസിക്കാൻ കൊള്ളാകുന്നതിനുള്ളതായ ഒരു ദൈവികമായ ബോധ്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാകത്തക്കവണ്ണം നാം ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വഴി നാം മഹത്വപ്പെടട്ടെ. എന്താണ് പറഞ്ഞത്? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം, മരണത്തോളം വിശ്വസ്തനായിരിക്കുക. മരിക്കേണ്ടി വന്നാലും വിശ്വസ്തനായിരിക്കുക. അതാണ് മരണപര്യന്തം. മരണപര്യന്തം, മരണത്തോളം, മരണം വരെയും, ആയുഷ്കാലം മുഴുവനും വിശ്വസ്തനായിരിക്കും. രണ്ടാമത്തേത്, മരിക്കേണ്ടി വന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. എന്തെല്ലാം നഷ്ടം വന്നാലും ശരി, എല്ലാം പോയാലും ശരി, എനിക്കൊന്നുമില്ലെങ്കിലും ശരി, ഞാൻ വിശ്വസ്തനായിരിക്കും. വാക്ക് മാറാത്തവനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ വല്ല കുറ്റബോധം വരുന്നുണ്ടോ? ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല കുറ്റബോധം വരുന്നുണ്ടോ? വാക്ക് വ്യത്യാസം വന്നു പോയത്. ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് എത്രയോ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞതാണ് ഇല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് എത്രയോ പ്രാവശ്യം നിങ്ങൾ തീരുമാനിച്ചതാണ്. അയ്യോ, ഇനി കോപിച്ച് ഞാൻ വിറഞ്ഞു പോയല്ലോ, എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ, മറ്റുള്ളവരുടെ ഹൃദയത്തെ ഞാൻ നൊമ്പരപ്പെടുത്തി പോയല്ലോ, ചിലരുടെ ഹൃദയത്തെ ഞാൻ മുറിപ്പെടുത്തി പോയല്ലോ. എത്ര പ്രാവശ്യം കണ്ടതാണ്, തീരുമാനമെടുത്തതാണ്. പക്ഷെ പിന്നെയും സന്ദർഭം വരുമ്പോൾ കോപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. വാക്ക് പറഞ്ഞത് മാറാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് തൊട്ട് മുൻപുള്ള വാക്യം നാം കാണുന്നത്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, നിങ്ങൾക്ക് പീഡനം ഉണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. യാതനാഭരിതമാണ് ജീവിതം മുഴുവൻ കഷ്ടപ്പാടാണ്. 10 ദിവസത്തേക്ക് ഉപദ്രവം ഉണ്ടാകും. ഒരു നിശ്ചിത സമയം പറയുകയാണ്. ആ സമയം നിങ്ങൾ നേരിടുവാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. സ്മർണയിലെ സഭ കയ്പ് കുടിച്ചൊരു സഭയാണ്, യാതനയേറ്റ സഭയാണ്, ദുരിതം പിടിച്ച സഭയാണ്. ആ സഭയിലെ പോളികാർപ്പ് എന്ന് പറയുന്ന ഒരു പരിശുദ്ധൻ 155 ആണ്ടിൽ AD 155 വധിക്കപ്പെട്ടു. അന്ന് അവിടെ അദ്ദേഹത്തെ പീഡിപ്പിച്ചതായ ആ ദുഷ്ടജനം തീയിലേക്ക് എടുത്തെറിയുകയാണ് ചെയ്തത്. തീയിലേക്ക്. അദ്ദേഹം വിശ്വാസത്തിന് സ്ഥിരതയോടുകൂടി നിന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിക്കൂ, ഒരു പീഡാകാലം വരികയാണെങ്കിൽ ആ സമയത്ത് നാം വിശ്വസ്തയോടെ നിൽക്കുമോ? വിശ്വാസത്തോടെ നിൽക്കുമോ? നാം സ്വയം ശോധന ചെയ്താൽ കൊള്ളാം. നിങ്ങളോടൊപ്പം ഞാനും ശോധന ചെയ്യുകയാണ്. ഒരു പീഡയുടെ കാലം വരികയാണെങ്കിൽ എന്നല്ല, വരുമ്പോൾ അന്ന് കർത്താവിനോട് പറഞ്ഞ വാക്കിൽ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെ കാണുന്ന എൻ്റെ യേശു ജീവിക്കുന്നു എന്നുള്ളതായി നല്ല ഉറപ്പോടുകൂടി നിങ്ങൾ നിൽക്കുമോ? ദൈവത്തിന് സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ചില കാലങ്ങൾ ഉപദ്രവത്തിൻ്റെ കാലങ്ങളാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഉപദ്രവത്തിൻ്റെ കാലങ്ങൾ, പ്രശ്നങ്ങളുടെ കാലങ്ങൾ, കഷ്ടപ്പാടിൻ്റെ കാലങ്ങൾ. യെശയ്യാ പ്രവചനത്തിൻ്റെ 26-ാം അധ്യായം 20-ാം വാക്യം മാത്രം വായിക്കുക. യെശയ്യാ 26:20. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കിടന്ന് വാതിലുകളെ അടയ്ക്കുക. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കിടന്ന് വാതിലുകളെ അടയ്ക്കുക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ദൈവം മുൻകൂട്ടി അറിയിക്കുകയാണ്. പ്രവാചകൻ്റെ നാവിൽ കൂടി ദൈവം വരാൻ മുൻകൂട്ടി അറിയിക്കുകയാണ്. എൻ്റെ ജനമേ, വലിയൊരു ക്രോധം നിൻ്റെ മേൽ വരുന്നുണ്ട്. അതം കടന്നു തീരുവോളം നീ ഒളിച്ചിരിക്കുക.
ആരും കാണാതെ നമ്മൾ ഒളിച്ചിരിക്കുക. ദൈവജനത്തിന് പീഡകൾ വരും, ദൈവജനത്തിന് ഉപദ്രവങ്ങൾ വരും, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. ശരിയാണ്, എല്ലാവർക്കും ഉണ്ടത്. ചിലപ്പോൾ രോഗം തുടരെ രോഗത്തിൻ്റെ ആക്രമണമായിരിക്കാം, തുടരെ പ്രശ്നങ്ങളായിരിക്കാം. ദൈവത്തിൻ്റെ ക്രോധം കടന്നു തീരുവോളം അറയിൽ കിടന്ന് ഒളിച്ചിരിക്കുക എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അറയിൽ കിടന്ന് ഒളിച്ചിരിക്കുക, ഒരു രംഗത്തും വരാതെ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുക, ആരും കാണാതെ ആരും അറിയാതെ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുക. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് പറയുന്നത് നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടത്തിൻ്റെ കാലങ്ങളായിരിക്കാം, ഞെരുക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കാലമായിരിക്കാം, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കാലങ്ങളായിരിക്കാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ വാതിലുകൾ അടഞ്ഞു കാണുന്ന കാലമായിരിക്കാം, രോഗങ്ങൾ, അതുപോലെ പണത്തിൻ്റെ ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകൾ, ഒട്ടേറെ യാതനകൾ, വേദനകൾ എല്ലാമുള്ള കാലമായിരിക്കാം. എന്നാൽ നിങ്ങൾ കാര്യം ചെയ്യണം. എന്താ പറഞ്ഞത്? ക്രോധം കടന്നു തീരുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കിടന്ന് വാതിലുകളെ അടയ്ക്കുക. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കിടന്ന് വാതിലുകളെ അടയ്ക്കുക. ആരോടും സംസർഗമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധനായ ഒരു ദൈവദാസനോട് പറഞ്ഞു, ചില ദിവസങ്ങളിൽ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടാതെ പോകുന്നു. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ശത്രുമണ്ഡലം ഭീകരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു, പൈശാചിക ശക്തി ഭയങ്കരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവ സാന്നിധ്യം കിട്ടാതെ വിഷമിക്കുന്നു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരോട് അദ്ദേഹം പറയാറുണ്ട്, ഇന്ന് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥന കൂടി ഇരിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നില്ല, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭിത്തി കിട്ടുന്നില്ല, സംരക്ഷണം കിട്ടാത്ത ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന കൂടി ഇരിക്കണം, ഒരു കാര്യത്തിലും ഒരു അണുവിൽ പോലും തെറ്റുപറ്റാതെ സൂക്ഷിച്ചിരിക്കണം എന്ന് അദ്ദേഹം വീട്ടിലുള്ളവരോട് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് അങ്ങനെയുള്ളൊരു കഷ്ടകാലമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലുള്ളതായ ചില പ്രതിസന്ധികളാണോ വരുന്നത്? വലിയ താങ്ങാനാവാത്ത ചില വിപത്തുകളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? അത്യാഹിതങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ യാതനകളുടെ പരമ്പര നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഈ സമയത്ത് നിങ്ങൾ അറയിൽ കിടക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ വാതിൽ പൂട്ടിയകത്ത് ഇരിക്കുന്നതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ ഇടപെടാതെ, നിങ്ങളൊരു കാര്യത്തിലും ചാടി വീഴാതെ, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും രഹസ്യമായി യേശുവിനോട് ഹൃദയം പകർന്നുകൊണ്ടിരിക്കുക. എല്ലാം കാണുന്നുണ്ടല്ലോ കർത്താവ്. എന്തുകൊണ്ടാണ് ചില കാലങ്ങൾ അങ്ങനെ ആക്രമണത്തിൻ്റെ കാലങ്ങളാകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതെല്ലാം ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആത്മമണ്ഡലത്തിൽ നമ്മുടെ ഈ പുറമേയുള്ള കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ ആത്മമണ്ഡലത്തിൽ അതെല്ലാം നടക്കുന്നു. എന്തെല്ലാമോ ചില പരീക്ഷകൾ ആത്മമണ്ഡലത്തിൽ നടക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ദാനിയേൽ പ്രവാചകൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജനത്തിന് വരുന്നതായ ദുരിതത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം പ്രവാസികളായി കഴിയുന്ന കാലത്ത് ആ ദൈവമക്കളുടെ യാതനയോർത്ത് കരഞ്ഞുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ ഇരിക്കുകയായിരുന്നു. 21 ദിവസം ഉപവാസം എടുത്തു. അന്ന് ഉപവാസത്തിൻ്റെ ഒടുവിലായപ്പോഴേക്കും ദൈവത്തിൻ്റെ മാലാഖ ദാനിയേൽ പ്രവാചകനെ രക്ഷിക്കാനായിട്ട് വന്നു. ദാനിയേൽ പ്രവാചകനെ സഹായിക്കാൻ വന്നു. പൈശാചിനോടുള്ള പോരാട്ടം. പ്രവാചകനാണ്, പരിശുദ്ധനാണ്, ആർക്കൊരു ദോഷവും പറയാൻ വകയില്ലാത്തവണ്ണം ജീവിക്കുന്നയാളാണ്. പക്ഷേ ദൈവത്തിൻ്റെ മാലാഖ ദാനിയേൽ പ്രവാചകന് ധൈര്യം കൊടുക്കാൻ വന്നു. മാലാഖ പറയുകയാണ്, പറഞ്ഞത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കൂ. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക. ഞാനിപ്പോൾ നിൻ്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന ഈ കഴിഞ്ഞ 21 ദിവസമായി അതിനു മുമ്പ് തന്നെ ദൈവം കേട്ടിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന ദൈവത്തിൽ ചെന്നിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നീ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിൻ്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. നീ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു, പേർഷ്യയുടെ
അധിപതിയായി പിശാച് നിയമിച്ചിരിക്കുന്നതായ പൈശാചിക പ്രഭു, പൈശാചിക നേതാവ്, സാത്താൻ്റെ സേവകൻ, ഈ 21 ദിവസവും ഞാൻ നിനക്കുള്ള അനുഗ്രഹത്തിൻ്റെ സന്ദേശവുമായി പോരുമ്പോൾ നിന്നെ അവിടെ എതിർത്ത് നിന്നു, യുദ്ധം ചെയ്തുകൊണ്ട് നിന്നു. അന്തരീക്ഷത്തിൽ ഈ ആയാറിൽ വലിയ യുദ്ധം നടക്കുകയായിരുന്നു. പാവം ഭൂമിയിലുള്ള മനുഷ്യരെ അറിഞ്ഞില്ല, ദാനിയേൽ പറഞ്ഞില്ല. ദാനിയേൽ പ്രവാചകൻ ഉപവാസത്തോടുകൂടി ഇരിക്കുകയാണ്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു, പാർസി രാജ്യത്തിൻ്റെ പിശാച് നിയമിച്ചിരിക്കുന്ന, സാത്താൻ നിയമിച്ചിരിക്കുന്ന സേനാനായകൻ ഈ ദൈവദാസനായ ദാനിയേലിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി പുറപ്പെട്ട മാലാഖയെ തടഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഞാൻ ഈ പിശാചിൻ്റെ തലവൻ്റെ എതിർപ്പുകളെല്ലാം നേരിട്ടുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് കഴിവില്ലാതെ വരുമോ എന്നോർത്ത് മീഖായേൽ, പ്രധാന പ്രഭുക്കന്മാരൊരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു, പിശാചിൻ്റെ തലവൻ, സാത്താൻ നിയമിച്ചിരിക്കുന്ന സൈന്യാധിപൻ, അവൻ വന്ന് ദാനിയേലിൻ്റെ അടുക്കലേക്ക് ദൂതുമായി പോകുന്ന ആ ദൈവദൂതനോട് എതിർത്ത് നിന്നു. ആ ദൈവദൂതനോട് എതിർത്ത് നിന്നപ്പോൾ 21 ദിവസം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനേകം പ്രഭുക്കന്മാർ, പാർസിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ വേറെ ചിലരും പാർസി രാജാക്കന്മാർ അവരെ എതിർത്ത് വരികയാണ്. അങ്ങനെ ദാനിയേലിനെ സഹായിപ്പാൻ വന്ന ദൂതനെ, ദാനിയേലിന് ആശ്വാസവചനം കൊടുക്കാൻ വന്ന ദൂതനെ എതിർത്തുകൊണ്ട് അന്തരീക്ഷത്തിൽ യുദ്ധം നടക്കുകയായിരുന്നു. അത് പറഞ്ഞത് അവനെ 13 വാക്യം ഒന്നുകൂടെ വായിക്കൂ. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. മീഖായേൽ മാലാഖ എന്നെ സഹായിപ്പാൻ വന്നു. ഈ ദൂതൻ പറയുകയാണ്, ദൂതുമായിട്ട് വരുന്ന ദൂതൻ പറയുകയാണ്, മീഖായേലിനെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ച്. അപ്പോഴേക്കും പാർസി പ്രഭുവിൻ്റെ കൂടെ പാർസി രാജാക്കന്മാർ വന്നു. ഒരാളല്ല, സൈന്യാധിപന്മാർ, പിശാചിൻ്റെ സേനാധിപന്മാർ പലരും വന്നു. പാർസി രാജാക്കന്മാർ, പാർസി രാജ്യത്തിലെ എല്ലാ ആളുകളെയും ഹിംസിപ്പാൻ പിശാചാക്കിയിരിക്കുന്ന ദൂതസേന തലവന്മാരെല്ലാവരും വന്നു. പിശാചിൻ്റെ ദൂതന്മാർ എല്ലാവരും വന്നു. അങ്ങനെ പാർസി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ച്, മീഖായേൽ പാർസി രാജാക്കന്മാരോട് പറവിട്ടാനായിട്ട് വിട്ടേച്ച്, ഞാൻ നിന്നെ അറിയിപ്പാൻ ഈ ദൂതുമായി നിൻ്റെ അടുക്കലേക്ക് ഞാൻ പറന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നാം ഒന്നും അറിയുന്നില്ല. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നമ്മെ സഹായിപ്പാൻ ദൈവം തന്നെ മാലാഖയെ അയക്കുന്നു. പക്ഷേ ആ മാലാഖയെ തടഞ്ഞുകൊണ്ട് പിശാചിൻ്റെ ദൂതന്മാർ വന്ന് ആക്രമണം നടത്തുകയാണ്. അപ്പോൾ പിശാചിൻ്റെ ദൂതന്മാർക്ക് എണ്ണം വർദ്ധിപ്പിക്കുന്നു. യുദ്ധം പിശാച് തോക്കുമെന്ന് വരുമ്പോൾ പിശാചിൻ്റെ ദൂതന്മാർക്ക് പിശാച് എണ്ണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഗബ്രിയേൽ പറയുന്നു, മീഖായേൽ മാലാഖ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു, അവനെ അവിടെ യുദ്ധത്തിന് വിട്ടേച്ച് ഞാൻ നിന്നെ ഈ ദൂതറിയിപ്പാൻ ദാനിയേലേ നിൻ്റെ അടുക്കലേക്ക് ഞാൻ ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. ഒരു കാര്യം നീ ഓർക്കൂ, നിനക്കുള്ള ദൂതുമായി എത്രയും വേഗം നിൻ്റെ അടുക്കലേക്ക് വരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് നിൻ്റെ ദൂത് അറിയിച്ചതിന് ശേഷം ഞാൻ മടങ്ങിപ്പോവുകയാണ്, യുദ്ധത്തിൽ ഞാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു കൃപയുടെ വലയം നമുക്കുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് ചില പാപങ്ങളിൽ ജയം കിട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാണ്. ദൈവത്തിൻ്റെ മാലാഖമാരെ നമ്മെ താങ്ങുന്നത് കൊണ്ടാണ്. ഇന്ന് എവിടെയെങ്കിലും നമുക്കൊരു വിജയം കിട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മാലാഖമാരെ നമ്മെ താങ്ങുന്നതുകൊണ്ടാണ്, നമ്മുടെ സ്വന്തം കഴിവല്ല. നാം ഇന്ന് കോപമില്ലാതിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. നാം ഇന്ന് സൗമ്യരായി തീരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. നാം ഇന്ന് സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല. ദൈവം നമ്മെ സഹായിപ്പാൻ തൻ്റെ മാലാഖമാരെ അയക്കുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഉപദ്രവങ്ങളുടെ കാലത്ത് ആയാറിൽ യുദ്ധം നടക്കുമ്പോൾ, അന്തരീക്ഷത്തിൽ യുദ്ധം നടക്കുമ്പോൾ, അപ്പോൾ ദൈവമക്കളെ സഹായിപ്പാൻ മാലാഖ പറന്നു വരുന്നു. വലിയ കാര്യമാണത്. നമ്മെ സഹായിപ്പാൻ മാലാഖമാരുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരെ കാവലാക്കിയിട്ടുണ്ട്, ദൂതന്മാർ കാവലായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പാവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ദൂതന്മാർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്ന്. സാധു സുന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. സുന്ദർ സിംഗ് കണ്ട ദർശനം ഇതാണ്. ഭൂമിയിൽ ഒരാൾ, ഒരു ദൈവദാസൻ പാപം ചെയ്യുമ്പോൾ അവിടെ സ്വർഗമണ്ഡലത്തിൽ ദൂതന്മാർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നു. പാപം ചെയ്യുന്ന ആ ദൈവവൈതലിൻ്റെ കാര്യം, അവൻ പിശാചിന് അടിമപ്പെട്ടു പോകുന്ന കാര്യം അവിടെ ചെന്ന് ആ ദൂതന്മാർ, കാവൽ മാലാഖ ചെന്ന് അറിയിക്കുമ്പോൾ മറ്റു ദൂതന്മാരെല്ലാവരും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ, ഭയാനകമായ അനർത്ഥങ്ങളിലേക്ക് നാം വീഴുമ്പോൾ സ്വർഗം നിശ്ചലമാകുകയാണ്, സ്വർഗം നിശബ്ദമാകുകയാണ്. കാരണം നാം സ്വർഗത്തിന് വിലയേറിയവരാണ്. നാം സ്വർഗത്തിൻ്റെ വീരപുത്രന്മാരാണ്. കർത്താവായ യേശുവിൻ്റെ സ്വന്തം ജനമാണ്.
കർത്താവ് പ്രത്യേകം വിളിച്ച് വേർതിരിച്ചത് കർത്താവിൻ്റെ ജനമാണ്, കർത്താവിൻ്റെ സ്വന്തം മക്കളാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് നാം ഓരോരുത്തരും. സഹോദരങ്ങളെ, ഇത് നാം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും കാര്യത്തിലുള്ള പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ, പലതരത്തിലുള്ളതായി പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഇന്ന് പലതരത്തിലുള്ളതായി പ്രശ്നങ്ങൾ നിങ്ങൾ വലയം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓർക്കൂ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാനൊരു ദൈവമുണ്ട്. നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ അറയിൽ കിടന്ന് ഒളിച്ചിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥനയിൽ ഉച്ചരിക്കുക. പ്രാർത്ഥന, കർത്താവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ജയിച്ചു പോകാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയില്ലാതെ സാധിക്കുകയില്ല, കർത്താവിൻ്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല. സഹായത്തിന് വേണ്ടി, കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം നാം പരിഗണിച്ച് കഴിയുമ്പോൾ ഈ മഹാഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വേണമെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ, ദൈവസഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ, ക്രിസ്തു നിങ്ങളുടെ രക്ഷകനായി വന്ന് നിങ്ങൾ സഹായിക്കണമെങ്കിൽ, താങ്ങണമെങ്കിൽ, നിങ്ങൾക്ക് ഈ ഭൗതിക ജീവിതത്തിലെ ഇനി പ്രതിസന്ധികളെ നേരിടുവാനുള്ള കരുത്ത് ലഭിക്കണമെങ്കിൽ, എങ്കിൽ നിങ്ങളിപ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക. ഗോകുൽത്തായിലെ മരക്കുരിശിൽ രക്തം ചിന്തി കിടക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കുക. ഗോകുൽത്തായിലെ മരക്കുരിശിൽ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് കിടക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക. പിതാവേ, എൻ്റെ ആത്മാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് പ്രാണൻ വിട്ട ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ക്രൂശിൽ കിടന്ന ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക. ക്രൂസിലെ രക്ഷകനെ നിങ്ങൾ കാണുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് യേശുവിലേക്ക് നോക്കി വിളിക്കുക, കർത്താവേ, ഞാനിതാ പ്രതിസന്ധികളിൽപ്പെട്ട് വലയുന്നു. കർത്താവേ, ഞാൻ വലിയൊരു ചുഴിയിൽപ്പെട്ടിരിക്കുന്നു, വലിയൊരു കയത്തിൽ ഞാൻ മുങ്ങി പോകുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ കരവിനെ താങ്ങിയില്ലെങ്കിൽ ഞാൻ വീണുപോകും. കർത്താവേ, ഞാൻ താണുപോകും. നാഥ, നിൻ്റെ ആണിപ്പാടുള്ള കരവൻ്റെ എന്ന് പിടിക്കണമേ, ആ തൃക്കരനെ തൊടണമേ, ആ തൃക്കരനെ പിടിച്ച് എന്നെ താങ്ങി നിർത്തണമേ, എന്നെ സഹായിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവ കൃപയിലേക്ക് നിങ്ങൾ തന്നെ വരവേൽപ്പിക്കൂ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുവാൻ ഈ സന്ദർഭം ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തോത്രം. അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് ദാനമായി തന്ന വചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. യാതൊരു അർഹതയുമില്ലെങ്കിലും നീ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, പിശാചിൻ്റെ പണിപ്പുരയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ അവിടുന്ന് വേർതിരിച്ച് വിളിച്ച് കരുണയുള്ള കർത്താവേ, നീ ഞങ്ങളെ നിൻ്റെ മുന്തിരിത്തോപ്പിലാക്കിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാവരെയും കൃപയിൽ പൊതിയണമേ കർത്താവേ, തിരക്തത്തല മുദ്ര അണിയിക്കണമേ കർത്താവേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന മഹാസൗഭാഗ്യത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവരെല്ലാവരെയും നയിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ കർത്താവേ, അവിടെ തൃക്കരം ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. തൃക്കരം ഞങ്ങളുടെ നേരെ നീട്ടിയതിനായി സ്തോത്രം. തിരുമുഖം ഞങ്ങളുടെ നേരെ പ്രകാശിച്ചതിനായി സ്തോത്രം. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.